എങ്ങനെയാണ് വേടൻ ഉടലെടുക്കുന്നതെന്ന് അറിയുമ്പോൾ, വേടൻ മാത്രമല്ല എല്ലാ മനുഷ്യനും വേടനെ പോലെ കത്തുന്ന തീയുള്ള മനുഷ്യർ തന്നെയാണ്, തീഗോളമുള്ള മനുഷ്യർ തന്നെയാണ്. പക്ഷെ വേടൻ തൻ്റെ ഉള്ളിലുള്ള തീയൊന്ന് അങ്ങോട്ട് പൊലിപ്പിച്ചു, അങ്ങോട്ട് പടർത്തി വലിയൊരു വിപ്ലവ തീയാക്കി മാറ്റിയേക്കാണ്. വേടന്റെ പാട്ടുകൾ അത്രയേറെ കത്തുന്ന തീയായി മാറിയിരിക്കുന്നു. എങ്ങനെയാണ് ഒരു വ്യക്തി ഉടലെടുക്കുന്നത്? അയാൾ വെറും ഒരു മനുഷ്യനല്ല, വെറും ഒരു മനുഷ്യനല്ല. ഇപ്പൊ വേടനായാലും ആരായാലും വെറും ഒരു മനുഷ്യനല്ല. അയാൾക്ക് കൃത്യമായിട്ടൊരു പേരുണ്ട്, അയാൾക്ക് കൃത്യമായിട്ടൊരു വർഗമുണ്ട്, കൃത്യമായിട്ട് അയാൾക്കൊരു വംശമുണ്ട്, അയാൾക്കൊരു ജാതിയുണ്ട്, അയാൾക്കൊരു നിറമുണ്ട്, അയാൾക്കൊരു രാഷ്ട്രീയമുണ്ട്, കൃത്യമായി അയാൾക്കൊരു നിലപാടുകളുണ്ട്. അങ്ങനെയാണ് ഒരു വ്യക്തി ഉടലെടുക്കുന്നത്. അത് ഇവിടെ വേടൻ കൃത്യമായിട്ട് ചെയ്യുന്നു. കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നു. അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ട് പോകുന്നു. വേടന്റെ പാട്ടുകളുടെ നേരുകൾ തിരിച്ചറിയണം. പുതുതലമുറ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സ്വീകരിക്കുന്നത്, ഏറ്റുവാങ്ങുന്നത്. അത്രയേറെ പൊള്ളുന്ന ചൂടുള്ള വരികളാണ്. അടിമക്കേതിടം ചരിത്ര പുസ്തകങ്ങളിൽ. അതെ, അടിമയ്ക്ക് ഒരിടവും ചരിത്ര പുസ്തകങ്ങളിൽ ഇല്ല. നമ്മുടെ കാലങ്ങൾ അങ്ങനെയാണ് സൂചിപ്പിച്ചു പോയിട്ടുള്ളത്. വേടന്റെ നെഞ്ചിൽ പച്ച കുത്തിയിരിക്കുന്നത് കണ്ടിട്ടില്ലേ? ആ എന്ന അക്ഷരമാണ് പച്ച കുത്തിയിരിക്കുന്നത്. ആ എന്ന അക്ഷരം എന്തിനു സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ വേടൻ പറഞ്ഞത്, അത് അമ്മയാണ്, അത് അപ്പയാണ്, അച്ഛനാണ്, അത് അഴകാണ്, അറിവാണ്, അത് അരസ്യലാണ്, രാഷ്ട്രീയമാണ്, അത് ഫിയർലെസ് ആണ്, ഭയമില്ലാത്ത അവസ്ഥയാണ്. അതാണ് വേടൻ പറഞ്ഞത്. കാരണം അത്രയേറെ വായനയും ബുദ്ധിയും ചിന്താശക്തിയും ഒക്കെ ഒത്തിണങ്ങിയ ആ പയ്യന്റെ കഴിവ്, കരുത്ത്, ആ ചെക്കന്റെ, ആ നമ്മുടെ മോന്റെ കഴിവ്, കരുത്ത് അത്രയേറെ പെർഫെക്റ്റ് ആണ്. വേടനെ വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ, വേടനെ പുച്ഛിക്കുന്നവർ, പരിഹസിക്കുന്നവർ, വേടനെ മാറ്റി നിർത്തുന്നവർ, വേടനെ തഴഞ്ഞ് ഇങ്ങനെ കേൾക്കാതെ പോകുന്നവരൊക്കെ എന്തുകൊണ്ട് വേടനെ പോലെ ധൈര്യമായിട്ട് രാഷ്ട്രീയം പറഞ്ഞ് സാമൂഹിക സാഹചര്യങ്ങളെയൊക്കെ എടുത്തു കാണിച്ചുകൊണ്ടുള്ള പാട്ടുകൾ ഒരുക്കുന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം. ഈ പറയുന്നവരൊക്കെ വേടൻ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മറഞ്ഞു പോവുകയും അല്ലെങ്കിൽ കേൾക്കാത്ത പോലെ അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ. വേടനെ കുറിച്ച് ഇങ്ങനെ പലതും പറയുകയും വേടനെ ഒരു അത്ര വലിയ പാട്ടുകാരനല്ല എന്ന തരത്തിലൊക്കെ ഇങ്ങനെ മൂടി വയ്ക്കുകയും ചെയ്യുന്നവർ എന്തുകൊണ്ട് രാഷ്ട്രീയം പറയുന്നില്ല? അവരവരുടെ കൃത്യമായ രാഷ്ട്രീയം, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ, ആ ഒരു ഞെരിക്കലിനെ, ആ പിടിച്ചമർത്തലിനെ ഒക്കെ തുറന്നു പറയുന്നില്ല. എന്തുകൊണ്ട് ഇവർ പറയുന്നില്ല? ഇവർ ആരെയാണ് ഭയക്കുന്നത്? വേടനെ. അപ്പൊ വേടനെ പോലും ഇവർ ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേടനോടുള്ള ആ ഒരു അവഗണന ഇവർ കൃത്യമായ രീതിയിൽ ഇവരുടെ വാക്കുകളായിട്ട് പെരുമാറ്റമായിട്ടൊക്കെ പുറത്തേക്ക് വരികയാണ്. അപ്പൊ എങ്ങനെയൊക്കെ എന്തൊക്കെ തരത്തിൽ പുറത്തേക്ക് വന്നാലും, എങ്ങനെയൊക്കെ തരത്തിൽ വേടനെ കല്ലെറിയാൻ ശ്രമിച്ചാലും ആ കല്ലുകൾ പെറുക്കി വേടൻ പാതയൊരുക്കും. ആ പാതയിലൂടെ വേടൻ ഒരു പാട്ടുരഥമായി മുന്നോട്ട് നീങ്ങിപ്പോകും. അതാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇനി അത്ര കത്തുന്ന തീയോടുകൂടിയുള്ള പാട്ടുകളായിരിക്കും വേടനിൽ നിന്നും വരാനിരിക്കുന്നത്. വേടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന്റെ ഒരു പൊതു സ്വത്തായി മാറിയിരിക്കുന്നു. അത്രയേറെ ജനങ്ങളെ കീഴടക്കുന്ന ഒരു കാട്ടുതീ പോലെ പടരുന്ന ഒരു കാറ്റ്, അതാണ് വേടൻ. ഇപ്പൊ വേടൻ എന്ന് പറഞ്ഞിട്ടുള്ള പേരുണ്ടല്ലോ, ഇപ്പൊ കുറെ കാലമൊക്കെ മുമ്പ് ഈ സ്കിറ്റ് മിമിക്രിയിലൊക്കെ എപ്പോഴും ദേ വേടൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും വേടനാ, ഇവനാ എന്നൊക്കെ പറഞ്ഞൊരു ചിരി അങ്ങോട്ട് പടർത്തു വരുന്നു. പക്ഷെ ആ പേരിനെ സാധാരണ ഒരു മനുഷ്യൻ വേടൻ എന്ന് പറഞ്ഞ പേര് ഉപയോഗിക്കില്ല. ഭയങ്കര ഒരു സ്റ്റൈലിഷ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് വേടൻ, ഞാൻ വേടൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പേര് ഉപയോഗിച്ച് ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ. പക്ഷെ ഹിരൺദാസ് മുരളി എന്ന് പറഞ്ഞ ഇദ്ദേഹം ഉണ്ടല്ലോ, ആ വേടൻ എന്നുള്ള മറ്റുള്ളവർ കേൾക്കുമ്പോൾ ആദ്യ കേൾവി തന്നെ കേൾക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ഹാസ്യം ഉണ്ടാക്കുകയും ഒരു പുച്ഛം ഉണ്ടാക്കുകയും ചെയ്യുന്ന വേടൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ പേരിനെ അദ്ദേഹം എടുത്തു, ആ പേരിനെ സ്വന്തം ഹൃദയത്തോട് ചേർത്തു. ഇപ്പൊ ആ പേരുണ്ടല്ലോ അലയടിക്കുന്ന മനോഹരമായൊരു കാറ്റ് പോലെ ഇങ്ങനെ പായുക. അപ്പൊ വേടൻ കേൾക്കുമ്പോൾ ആർക്കും അറിയാം വേടന്റെ പാട്ട്, വേടന്റെ ശക്തി, വേടന്റെ എഴുത്ത്, വേടന്റെ കരുത്ത്, ആഹാ അടിപൊളിയായി മാറി. അതാണ് മാറ്റൊലി എന്ന് പറയുന്നത്. അതാണ് മണിമുഴക്കം. ഈ മണി ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും, അത് വലിയ ശബ്ദമായിട്ട് അലയടിക്കും, അത് പ്രതിധ്വനിക്കും. ആ പ്രതിധ്വനിയിൽ മറ്റുള്ളവരുടെ എറിഞ്ഞു വീഴ്ത്താൻ ശ്രമിക്കുന്നവരുടെ അല്ലെങ്കിൽ കളിയാക്കാൻ ശ്രമിക്കുന്നവരുടെ ശബ്ദങ്ങൾ ഇല്ലാതായി പോകും. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായിട്ട് മാറിയ പാട്ടാണ് വേടന്റെ ആദ്യത്തെ ഗാനം, വോയിസ് ഓഫ് വോയിസ്ലെസ്. അത് അതിഗംഭീരമായി മാറി. എത്ര കൃത്യമായിട്ടുള്ള മൂർച്ചയുള്ള വരികൾ. ആ വരികളെ ഇന്നും വിമർശിക്കുന്നവരുണ്ട്. വിമർശിക്കട്ടെ. വേടൻ ജാതി പറയുന്നു എന്ന തരത്തിൽ ഇങ്ങനെ വിമർശിക്കുന്നവരുണ്ട്. വിമർശിച്ചോട്ടെ. പക്ഷെ വേടൻ വളർന്നു വന്ന സാഹചര്യം, വേടൻ ജീവിച്ച ആ ഒരു സാമൂഹ്യപരമായ ചുറ്റുപാടുകൾ, അതൊക്കെ വേടന്റെ ഒരുപാടേറെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, ഞെരിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ കൃത്യമായി വേടൻ തുറന്നെഴുതുകയാണ്. വേടനെ പോലെ കോടാനുകോടി ജനങ്ങൾ അതേ സാഹചര്യത്തിലൂടെ ജീവിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ജീവിതം ഇന്നും ഒപ്പിയെടുക്കാത്ത മാധ്യമങ്ങൾ വരെ ഉണ്ടാകാം. ഓരോ ജീവിതങ്ങളും വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തമായ ജീവിതങ്ങളെ കൃത്യമായ രീതിയിൽ പലർക്കും പറയാൻ പറ്റാത്ത വാക്കുകൾ പോലും വേടന്റെ വരികളായിട്ട് ഇങ്ങനെ പെയ്യുന്ന ശക്തിയായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു കാന്തികമായിട്ടുള്ള ശക്തി.
പിന്നൊരു കാര്യമുണ്ട്, തൊലിപ്പുറത്തിന്റെ നിറത്തിന്റെ കൃത്യമായ രീതിയിൽ വെല്ലുവിളികളോടുകൂടി എഴുതി രൂപപ്പെടുത്തി മൂർച്ചയായിട്ട് അവതരിപ്പിച്ചുകൊണ്ടുള്ള വരികൾ ഇങ്ങനെ വരുമ്പോൾ കറുപ്പ് നിറത്തെ അത്രയേറെ അയാൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ മനുഷ്യൻ കറുപ്പ് നിറത്തെ അത്രയേറെ സ്വീകരിക്കുന്നുണ്ട്. കറുപ്പ് തന്റെ ആവരണമായിട്ട് അണിയുകയാണ്. തന്നകത്ത് തന്റെ ജീവിതത്തിലുള്ള പെയ്തുപോയ കറുത്തൊരു മഴ നനഞ്ഞതിന്റെ വിഷമതകളെല്ലാം അദ്ദേഹം ഇപ്പോൾ എഴുതി വെക്കുന്നുണ്ട്. പക്ഷെ കറുപ്പ് നിറം അത്രയേറെ രേഖയായിട്ട് അങ്ങനെ അടയാളപ്പെടുത്തുമ്പോൾ അതിലൊരു സംഭവമുണ്ട്. അതെന്ന് വെച്ചാൽ ഒരിക്കലും കറുപ്പ് നിറം ഒരു ജാതിയുടേതായിട്ടുള്ള ഒരു മുദ്രണമായിട്ട് ഒരിക്കലും തെളിഞ്ഞു നിൽപ്പില്ല. കാരണം ഏതൊരു മനുഷ്യനും അത് കറുപ്പ് നിറം അവന്റെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ അവന്റെ ജാതി മേൽജാതി ആയാലും താഴത്തുള്ള ജാതി ആയാലും കറുപ്പ് നിറവും അതുമായിട്ട് യാതൊരു ബന്ധവും പടർന്നു വരുന്നില്ല. അതൊരു സത്യം തന്നെയാണ്. പക്ഷേ കറുപ്പ് നിറമുള്ള ഒരാള് ജീവിതത്തിൽ അവന്റെ പോയ നാളുകളിലൊക്കെ അവൻ അനുഭവിച്ച വേദനകളെ കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെ എഴുതിയ വരികൾക്കുണ്ടല്ല, അതിനൊരു കത്തുന്ന കനൽ പോലെയുള്ള ഒരു ചൂടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ എന്തായാലും എന്തൊക്കെയായാലും രാഷ്ട്രീയത്തെ ഇത്ര കൃത്യമായ രീതിയിൽ നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്ന വേടൻ ഒരു ചെറിയ ആളല്ല, അത് വലിയൊരു മനുഷ്യനാണ്. വലിയൊരു മനുഷ്യൻ, വിപ്ലവത്തീയായിട്ടുള്ള ഈ ഭൂമി മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഒരു തീ കനലാണ്, തീ ഗോളമാണ്, അങ്ങനെ പറയാം. വിപ്ലവ സൂര്യൻ എന്ന് പറയാം. ഇത്രയേറെ പുതുതലമുറയിലേക്ക് രാഷ്ട്രീയത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന വരികൾ എഴുതുന്ന അദ്ദേഹം പാടുകയും ചെയ്യുമ്പോൾ അത് പറയാൻ പറ്റില്ല, അസാധ്യം തന്നെയാണ്, അസാധ്യം. അപ്പൊ അതിനെ എതിർക്കുന്നവരും വിമർശിക്കുന്നവരും അത് കാണാതെ പോകുന്നവരൊക്കെ ആ വഴി പൊക്കോട്ടെ. അവര് നമ്മൾ ഇങ്ങനെ ചൊറിയാനോ മാന്താനോ നിൽക്കണ്ട, അവർ ആ വഴി പൊക്കോട്ടെ. അവരുടെ നിലപാടുകൾ എന്ത് തന്നെയായാലും അവർ അതുമായിട്ട് മുന്നോട്ട് പോട്ടെ. വേടൻ ഉയർന്നൊരു കൊടുമുടിയേക്കാളൊക്കെ ഉയരത്തിൽ ഇങ്ങനെ എത്തിപ്പെടട്ടെ. പാട്ടിന്റെ ശക്തി അത്രയേറെ മനോഹരമായി ഇങ്ങനെ അലയടിച്ച് മുഴങ്ങട്ടെ.